PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രസതന്ത്രത്തിലെ ചില പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്റ്റുകളും കൂടാതെ 20 സെറ്റ് പ്രസ്താവനാ ചോദ്യങ്ങളുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സിന്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, അതും കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് രസതന്ത്രത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. ശ്രദ്ധയോടെ കേൾക്കുക, പഠിക്കുക. ആദ്യത്തെ പോയിന്റ്, പാചകപാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? അത് ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ്. നിങ്ങളിതൊരു പോയിന്റ് എന്ന നിലവിട്ടിട്ട് നിങ്ങളിൽ വീട്ടമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾ അടുക്കള കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ? അപ്പോൾ അത് കണക്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ പാചകപാത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ പാചകപാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. ഇനി നിങ്ങളിത് ക്ലാസ് കേട്ടതിന് ശേഷം അടുക്കളയിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ഈ പോയിന്റ് ഓർത്തെടുക്കുക. അപ്പോൾ എന്താണ്? പാചകപാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് ആണ്. PVC കണ്ടുപിടിച്ചത് ആരാണ്? PVC കണ്ടുപിടിച്ചത് ഹെൻറി വിക്ടർ റെജിനോൾഡ് ആണ്. 1838 ഹെൻറി വിക്ടർ റെജിനോൾഡ് ആണ് PVC, പോളി വിനൈൽ ക്ലോറൈഡ് എന്നല്ലേ PVCയുടെ മുഴുവൻ പേര്. അപ്പോൾ PVC കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി വിക്ടർ റെജിനോൾഡ് ആണ്. 1838 PVC കണ്ടുപിടിച്ചത് ഹെൻറി വിക്ടർ റെജിനോൾഡ് 1838. PVCയുടെ മോണോമർ വിനൈൽ ക്ലോറൈഡ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ? PVCയുടെ മോണോമർ എന്താണ്? വിനൈൽ ക്ലോറൈഡ് ആണ്. PVCയുടെ മോണോമർ വിനൈൽ ക്ലോറൈഡ് ആണ്. പ്ലാസ്റ്റിക്കുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമൂലകമാണ് കാർബൺ എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക്കുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമൂലകം ഏതാണ്? കാർബൺ ആണ് അല്ലെ? കാർബൺ ആണ് പ്ലാസ്റ്റിക്കുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമൂലകം എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥമാണ് ക്ലോറോഫോം അല്ലെ? ക്ലോറോഫോം ബോധം കെടുത്താൻ അല്ലെ, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ബോധം കെടുത്താൻ ഉപയോഗിക്കുന്നില്ലേ ക്ലോറോഫോം. ആ ക്ലോറോഫോം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥമാണ് അല്ലെ? അപ്പോൾ പ്ലാസ്റ്റിക് ഏതിൽ ലയിക്കും? ക്ലോറോഫോമിൽ ലയിക്കും അല്ലെ? സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കാം. അഗ്നി പ്രതിരോധ ശേഷിയുള്ള പ്ലാസ്റ്റിക് ഏതാണ്? അത് മെലാമൈൻ ആണ് അല്ലെ? മെലാമൈൻ അല്ലെ? തീ അല്ലെ? ഫയർ അഗ്നി പ്രതിരോധ ശേഷിയുള്ള പ്ലാസ്റ്റിക് അല്ലെ? തീയെ അല്ലെങ്കിൽ ഫയറിനെ അല്ലെങ്കിൽ അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? അത് മെലാമൈൻ ആണ്. മെലാമൈൻ പ്ലാസ്റ്റിക് അല്ലെ? ഓർത്തിരിക്കുക, മെലാമൈൻ പ്ലാസ്റ്റിക്കിന് ഏത് ഗുണമുണ്ട്? അഗ്നി പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. അഗ്നിശമന സേനാംഗങ്ങളുടെ യൂണിഫോം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മെലാമൈൻ ആണ്. മെലാമൈൻ അല്ലെ? ഇനി നിങ്ങൾ ഈ ഫയർഫോഴ്സിന്റെ വണ്ടി അല്ലെങ്കിൽ അവരുടെ യൂണിഫോം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഏത് പ്ലാസ്റ്റിക് ഓടി വരണം? മെലാമൈൻ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ഓടി വരണം. മെലാമൈൻ അല്ലെ? അവർ അണിഞ്ഞിരിക്കുന്ന യൂണിഫോം എന്നല്ലേ? അതായത് അവരുടെ മേത്ത് അല്ലെ, അവരുടെ ശരീരത്തിൽ, അവരുടെ മേല്, അവർ അണിഞ്ഞിരിക്കുന്ന യൂണിഫോം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, അവരുടെ മേല് മെലാമൈൻ അല്ലെ? അവർ മേൽ അണിഞ്ഞിരിക്കുന്ന യൂണിഫോം എന്ന് ഓർക്കുക അല്ലെ? മെലാമൈൻ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ആണ്. അവരുടെ മേത്ത് അല്ലെങ്കിൽ മേല് ഉള്ളത് മെലാമൈൻ എന്ന് പറയുന്ന യൂണിഫോം അല്ലെ? പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ടുള്ള യൂണിഫോമാണ്. അലക്സാണ്ടർ പാർക്സ് 1856 നിർമ്മിച്ചെടുത്ത പ്ലാസ്റ്റിക്കിന് സമാനമായ ആദ്യത്തെ വസ്തുവാണ് പാർക്കിസീൻ. അപ്പൊ ആ സയന്റിസ്റ്റിന്റെ പേരെന്താണ്? അലക്സാണ്ടർ പാർക്സ് എന്നാണ് അല്ലെ? ആ പേരിൽ നിന്ന് പാർക്കിസീൻ അല്ലെ? 1856 നിർമ്മിച്ചെടുത്ത പ്ലാസ്റ്റിക്കിന് സമാനമായ ആദ്യത്തെ വസ്തുവാണ് പാർക്കിസീൻ എന്ന് പറയുന്നത്. പാർക്കിസീൻ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ് അല്ലെ? ബേക്കലൈറ്റ്. 1909 നിർമ്മിച്ചത് ലിയോ ബേക്കലൈറ്റ് ആണ്. ലിയോ ബേക്കലൈറ്റ് ആണ്. ഈ ബേക്കലൈറ്റ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ. എന്താണ് ബേക്കലൈറ്റിന്റെ കാര്യം അല്ലെ? ഞാൻ പറഞ്ഞു പാചകപാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് എന്ന് പറഞ്ഞു അല്ലെ? ഈ ബേക്കലൈറ്റിന്റെ പ്രാധാന്യം എന്താണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. ഇത് 1909 നിർമ്മിച്ചത് ലിയോ ബേക്കലൈറ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ആ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്കിന് പേര് കിട്ടിയത് അല്ലെ? ബേക്കലൈറ്റ് എന്ന പേര് കിട്ടിയത് ലിയോ ബേക്കലൈറ്റ് എന്ന സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ്. പ്ലാസ്റ്റിക് വ്യവസായത്തിൽ PVC എന്നാൽ പോളി വിനൈൽ ക്ലോറൈഡ് എന്നാണ് അല്ലെ? അത് ഓൾറെഡി നമുക്കറിയാം, നമ്മൾ സ്കൂൾ ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പോളി വിനൈൽ ക്ലോറൈഡ് ആണ് PVC എന്ന് അറിയപ്പെടുന്നത്. PVCയുടെ മോണോമർ നമ്മളിപ്പോൾ പഠിച്ചു. ഏതാ? വിനൈൽ ക്ലോറൈഡ്. പശ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതെന്ന് ചോദിച്ചാൽ അത് ഫോർമാൽഡിഹൈഡ് ആണ് അല്ലെ? പശ അല്ലെ? ഗ്ലൂ. പശ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാ? ഫോർമാൽഡിഹൈഡ് ആണ്. അപ്പോൾ ഫോർമാൽഡിഹൈഡ് എന്തിനു ഉപയോഗിക്കുന്നു? പശ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു അല്ലെ? പ്ലാസ്റ്റിക്കിന്റെ കനം പ്രസ്താവിക്കുന്ന അല്ലെ? കനം മീൻസ് അതിന്റെ അല്ലെ തിക്നെസ്. കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാ? മൈക്രോൺ ആണ്. മൈക്രോൺ അല്ലെ? ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്ലാസ്റ്റിക് നിരോധിക്കുമ്പോൾ അല്ലെ ഇത്ര മൈക്രോണിന് താഴെയുള്ള അല്ലെങ്കിൽ ഇത്ര മൈക്രോണിന് മുകളിലുള്ള പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ? അപ്പോൾ മൈക്രോൺ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് മൈക്രോൺ എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക്കുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമൂലകം പറഞ്ഞു കാർബൺ ആണെന്ന് പറഞ്ഞു അല്ലെ? കാർബൺ. ആദ്യത്തെ പ്ലാസ്റ്റിക്
ഏതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പ്ലാസ്റ്റിക് ചോദിച്ചാൽ അത് നൈട്രോ സെല്ലുലോസ് ആണ് ആദ്യത്തെ പ്ലാസ്റ്റിക്. അപ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് ഒരെണ്ണം പഠിച്ചല്ലോ, ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു അല്ലേ. കൃത്രിമ പ്ലാസ്റ്റിക് ഏതെന്ന് ചോദിച്ചാൽ അത് ബേക്കലൈറ്റ് ആണ് അല്ലേ. ബേക്കലൈറ്റ്. വർഷം ചോദിച്ചാൽ അത് 1909 ലിയോ ബേക്കലൈറ്റ് ആണ് ഈ കൃത്രിമ പ്ലാസ്റ്റിക് നിർമ്മിച്ചെടുത്തത്. അതുകൊണ്ടാണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്കിന് ബേക്കലൈറ്റ് എന്ന പേര് കൊടുത്തത്. ലിയോ ബേക്കലൈറ്റ് എന്ന സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ്. ഇവിടെ പറയുന്നത് ആദ്യത്തെ പ്ലാസ്റ്റിക് ഏതെന്നാണ് അല്ലെ. ആദ്യത്തെ പ്ലാസ്റ്റിക് ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നൈട്രോ സെല്ലുലോസ് ആണ് കേട്ടോ, നൈട്രോ സെല്ലുലോസ്. ഇനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ്? അത് പോളിത്തീൻ ആണ്. പോളിത്തീൻ അല്ലെ. നമ്മൾ പൊളിത്തീൻ കിറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അത് പോളിത്തീൻ ആണ് അല്ലെ. പോളിത്തീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ്? പോളിത്തീൻ ആണ്. ഇന്ന് പ്ലാസ്റ്റിക് നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയായാലും വരുമല്ലോ. ഒരു ദിവസം ഒരു പ്ലാസ്റ്റിക് നമ്മുടെ കൂടെ എങ്ങനെയായാലും നമ്മൾ അത് പരിചയപ്പെടാറുണ്ട്. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, അങ്ങനെ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ നിത്യജീവിതത്തിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇനി ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാ? പോളിത്തീൻ ആണ്. ഏതു വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക്കിന് ആ പേര് ലഭിച്ചത് എന്നല്ലേ? ഏതു വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക്കിന് ആ പേര്, പ്ലാസ്റ്റിക് എന്ന പേര് ലഭിച്ചത് അല്ലെ? പ്ലാസ്റ്റിക്കോസ് എന്ന വാക്കിൽ നിന്നാണ്. പ്ലാസ്റ്റിക്കോസ് എന്താണ് അതിന്റെ അർത്ഥം? രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് എന്നർത്ഥം അല്ലെ. പ്ലാസ്റ്റിക്കോസ് അല്ലെ. പ്ലാസ്റ്റിക് സർജറിയും കേട്ട് കാണുമല്ലോ അല്ലെ. അപ്പൊ ഈ അർത്ഥം വെച്ചിട്ട് നമുക്കത് ഊഹിക്കാൻ കഴിയും എന്തായിരിക്കും അല്ലെന്നല്ലേ. അപ്പൊ ഏത് വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക്കിന് ആ പേര് ലഭിച്ചത്? പ്ലാസ്റ്റിക്കോസ് എന്ന പേരിൽ നിന്നാണ് അല്ലെ. പ്ലാസ്റ്റിക്കോസ് എന്ന വാക്കിൽ നിന്നാണ് രൂപമാറ്റം വരുത്താൻ കഴിയുന്നത് എന്നാണ് അർത്ഥം. കൃത്രിമ പല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? അത് അക്രലൈറ്റ് പ്ലാസ്റ്റിക് ആണ്. അക്രലൈറ്റ് പ്ലാസ്റ്റിക്. നമ്മൾ ഈ ഗൂഗിളിലെ ന്യൂസ് ഒക്കെ കാണാൻ നേരത്തെ, ഗൂഗിളിലെ ന്യൂസ് കാണാൻ എടുക്കാൻ നേരത്തെ, അല്ല ഗൂഗിളിലെ ന്യൂസ് വായിക്കാൻ നേരത്തെ ഈ അക്രലൈറ്റ് പ്ലാസ്റ്റിക്കിന് കൃത്രിമ പല്ല് നിർമ്മിക്കുന്നതിന്റെ പരസ്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലെ. അപ്പോൾ നിങ്ങൾ ഇനി നോക്കുക, അത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരിക കൃത്രിമ പല്ലുകൾ എന്ന് കേൾക്കുമ്പോഴേ അക്രലൈറ്റ് പ്ലാസ്റ്റിക് എന്ന് ഓർക്കുക അല്ലെ. കൃത്രിമ പല്ലുകൾ അക്രലൈറ്റ് പ്ലാസ്റ്റിക് അല്ലെ. അക്രലൈറ്റ് പ്ലാസ്റ്റിക് ആണ് കൃത്രിമ പല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ചൂടാക്കുമ്പോൾ സ്ഥിരമായ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ എന്നറിയപ്പെടുന്നു അല്ലെ. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ, അതായത് സ്ഥിരമായിട്ട് സെറ്റായി പോകും അല്ലെ. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ. ചൂടാക്കുമ്പോൾ സ്ഥിരമായ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നാണ് അറിയപ്പെടുന്നത്. പോളിത്തീനിന്റെ മോണോമർ ഏതാണെന്ന് വെച്ചാൽ ഈഥീൻ ആണ്. പോളി ഈഥീൻ അല്ലെ. ആ പേരിൽ നമുക്ക് ഈഥീൻ എന്ന് കാണാൻ പറ്റും. പോളിത്തീൻ അല്ലെ. അപ്പൊ പോളിത്തീനിന്റെ മോണോമർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈഥീൻ ആണ്. ഈഥീൻ. ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്നറിയപ്പെടുന്ന പ്ലാസ്റ്റിക് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് അല്ലെ. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന്റെ മറ്റൊരു പേരാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്ന് പറയുന്നത് അല്ലെ. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന്റെ മറ്റൊരു പേര് എന്താണ്? ക്രോസ് ലിങ്ക്ഡ് പോളിമർ അല്ലെ. എന്താണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് നമ്മൾ പഠിച്ചു. എന്താ? ചൂടാക്കുമ്പോൾ സ്ഥിരമായ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പഠിച്ചു. ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന്റെ മറ്റൊരു പേരാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്ന് പറയുന്നത്. മോണോമറുകൾ നേർരേഖയിൽ ചേർന്നുണ്ടാകുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോപ്ലാസ്റ്റിക് എന്നറിയപ്പെടുന്നത് കേട്ടോ. തെർമോപ്ലാസ്റ്റിക്. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്, ഇത് തെർമോപ്ലാസ്റ്റിക്. എന്താണ്? മോണോമറുകൾ നേർരേഖയിൽ ചേർന്നുണ്ടാകുന്ന പ്ലാസ്റ്റിക് ഏതാണ്? തെർമോപ്ലാസ്റ്റിക് എന്നറിയപ്പെടുന്നു. തെർമോപ്ലാസ്റ്റിക്. നവസാരത്തിന്റെ രാസനാമം ഏതാണ്? നവസാരം നമ്മൾ കേട്ടിട്ടുണ്ട്. നവസാരത്തിന്റെ രാസനാമം അമോണിയം ക്ലോറൈഡ് ആണ്. നവസാരം എന്നറിയപ്പെടുന്നത് അല്ലെ. നവസാരത്തിന്റെ രാസനാമം അമോണിയം ക്ലോറൈഡ് ആണ്. ക്ഷീരസ്ഫടികത്തിന്റെ, ഓപ്പൽ എന്ന് പറയുന്നത് ക്ഷീരസ്ഫടികം അല്ലെ. ഓപ്പൽ അല്ലെങ്കിൽ ക്ഷീരസ്ഫടികത്തിന്റെ രാസനാമം എന്താണെന്നാണ് ചോദ്യം. അതെന്താ? ഹൈഡ്രേറ്റഡ് സിലിക്കൺ ഡയോക്സൈഡ് എന്നാണ് ക്ഷീരസ്ഫടികം അഥവാ ഓപ്പലിന്റെ രാസനാമം അല്ലെ. എന്താണ്? ഹൈഡ്രേറ്റഡ് സിലിക്കൺ ഡയോക്സൈഡ് എന്നാണ്. അടുത്ത പോയിന്റ് നോക്കാം. ചോദ്യം പലത്, ഉത്തരം 1 അല്ലെ. ഉത്തരമായി വരുന്നത് ഹൈഡ്രജൻ ആണ്. നമുക്ക് നോക്കാം ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യനിർമ്മിത പെട്രോളായി അല്ലെ. എന്താണെന്ന് നോക്കിയാൽ മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആണ്. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലെ. ഓക്കെ. അപ്പൊ ഇരട്ടത്തലയുള്ള രാക്ഷസൻ അല്ലെ. കൊള്ളാല്ലേ, നല്ല പേര്. ഇരട്ടത്തലയുള്ള രാക്ഷസൻ എന്നറിയപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. മനുഷ്യനിർമ്മിത പെട്രോളാണ്, ഇരട്ടത്തലയുള്ള രാക്ഷസനാണ്, നക്ഷത്രങ്ങളിൽ പ്രധാനമായും അടങ്ങിയിട്ടുള്ള മൂലകമാണ് അല്ലെ. നക്ഷത്രങ്ങളിൽ പ്രധാനമായും അടങ്ങിയിട്ടുള്ള മൂലകമാണ്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ്. അണുസംഖ്യയും
അണുഭാരവും തുല്യമായ മൂലകമാണ്, അല്ലെ? അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകമാണ്. ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകമാണ്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണ്. ഇരട്ടത്തലയുള്ള രാക്ഷസൻ എന്നറിയപ്പെടുന്ന ഹൈഡ്രജനാണ്. നക്ഷത്രങ്ങളിൽ പ്രധാനമായും അടങ്ങിയിട്ടുള്ള മൂലകം ഹൈഡ്രജനാണ്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഹൈഡ്രജനാണ്. അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകം ചോദിച്ചാൽ അതും ഹൈഡ്രജനാണ്. ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ചോദിച്ചാൽ അതും ഹൈഡ്രജനാണ്. ആവർത്തന പട്ടികയിലെ ആദ്യ മൂലകം ചോദിച്ചാൽ അതും ഹൈഡ്രജനാണ്. അത് പിന്നെ നമുക്കറിയാലോ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം ഒന്നും പറഞ്ഞല്ലേ പോകുന്നത്. അപ്പൊ നമ്മളത് പഠിച്ചിട്ടുണ്ട്. ക്വാർണർ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന, ഇതൊരു ചിലപ്പോൾ പുതിയ ഒരു അറിവായിരിക്കും. ക്വാർണർ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജനാണ്, അല്ലെ? ക്വാർണർ പ്രക്രിയ, ഇതൊന്നും നോട്ട് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ. ഇത് ചിലപ്പോൾ പുതിയ പോയിന്റ് ആയിരിക്കും. ക്വാർണർ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം, ഇത് ഞാൻ പറഞ്ഞത് ഇത് ചിലപ്പോൾ ചിലർ കേട്ടിട്ടുണ്ടാവില്ല, അവർക്കൊരു പുതുമയുള്ള വാക്കായിരിക്കും. കോർണർ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജനാണ്. സൂര്യനിലെ ഊർജ്ജ സ്രോതസ്, അല്ലെ? സൂര്യനിലെ ഊർജ്ജ സ്രോതസ് പ്രധാനമായിട്ടും ആരാണ്? ഹൈഡ്രജനാണ്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം, അല്ലെ? എല്ലാ ആസിഡുകളിലെയും പൊതു ഘടകം അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്ന മൂലകം എന്ന് പറഞ്ഞാൽ അത് ഹൈഡ്രജനാണ്. വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജനാണ്, അല്ലെ? അപ്പോൾ ഇവിടെ തൊട്ട് ഒന്നുകൂടെ നോക്കാം. അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകം ഹൈഡ്രജനാണ്. ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ഹൈഡ്രജനാണ്. ആവർത്തന പട്ടികയിലെ ആദ്യ മൂലകം ഹൈഡ്രജനാണ്. ക്വാർണർ പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ഹൈഡ്രജനാണ്. സൂര്യനിലെ ഊർജ്ജ സ്രോതസ് ഹൈഡ്രജനാണ്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജനാണ്. വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ചോദിച്ചാൽ അതും ഹൈഡ്രജനാണ്. അപ്പൊ ഇത്രയുമാണ് ഹൈഡ്രജനെ കുറിച്ചുള്ള ഒരു പോയിന്റ് കൂടെ ഉണ്ട്, അതോടെ നോക്കാം. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പേരിനർത്ഥമുള്ള മൂലകം ഹൈഡ്രജനാണ്. അപ്പൊ ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്, അല്ലെ? ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസിന്റെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യുക. അടുത്തത് വേറൊന്നാണ്, ജലത്തെക്കുറിച്ചിട്ടാണ്. അത് ചോദ്യം പലത് ഉത്തരമൊന്ന്. ജലവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. സാർവിക ലായകം ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാമല്ലേ? സാർവിക ലായകം, യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത് ജലമാണ്. സാർവിക ലായകം. നീല സ്വർണം, അല്ലെ? ബ്ലൂ ഗോൾഡ് എന്നറിയപ്പെടുന്നത് ജലമാണ്. ഇതൊക്കെ അറിയാം. നീല സ്വർണം എന്നറിയപ്പെടുന്ന ജലമാണ്. ബാഷ്പീകരണ ലീനതാപം ഏറ്റവും കൂടിയ ദ്രാവകം ഏതാണ്? അതും ജലമാണ്. ബാഷ്പീകരണ ലീനതാപം ഏറ്റവും കൂടിയ ദ്രാവകം ജലമാണ്. ആദമിന്റെ മദ്യം, അല്ലെ? ആദമിന്റെ മദ്യം എന്നറിയപ്പെടുന്നത് ജലമാണ്. ആദമിന്റെ മദ്യം എന്നറിയപ്പെടുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന പദാർത്ഥം ജലമാണ്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന പദാർത്ഥം ഏതാണ്? ജലമാണ്, അല്ലെ? ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ദ്രാവകം ഏതാണ്? അത് ജലമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ദ്രാവകം ജലമാണ്. മനുഷ്യന്റെ ശരീരഭാരത്തിന്റെ മുഖ്യ ഭാഗവും പ്രദാനം ചെയ്യുന്നത് ജലമാണ്, അല്ലെ? ജലത്തെക്കുറിച്ച് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പോയിന്റ് ആണ്, അത്ര ടഫ് ആയിട്ടുള്ള പോയിന്റ് അല്ല. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. അലക്കുകാരത്തിന്റെ രാസനാമം എന്താണ്? അല്ലെ? അലക്കുകാരത്തിന്റെ രാസനാമം എന്താണ്? സോഡിയം കാർബണേറ്റ് എന്നാണ്, അല്ലെ? സോഡിയം കാർബണേറ്റ് ആണ് അലക്കുകാരം. അലക്കുകാരത്തിന്റെ രാസനാമം സോഡിയം കാർബണേറ്റ് ആണ്, അല്ലെ? കാസ്റ്റിക് സോഡയുടെ രാസനാമം ചോദിച്ചാൽ അത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. കാസ്റ്റിക് സോഡ. സ്പിരിറ്റ് എന്നറിയപ്പെടുന്നതിന്റെ രാസനാമം ഈതയിൽ ആൽക്കഹോൾ ആണ്, അല്ലെ? വാളയാർ പരമശിവം, അല്ലെ? ദിലീപിന്റെ ക്യാരക്ടറാണ്. സ്പിരിറ്റ് കടത്തല്ലേ ആ സിനിമയിലെ മുഖ്യ പ്രമേയം, അല്ലെ? അപ്പൊ സ്പിരിറ്റ് എന്നറിയപ്പെടുന്നതിന്റെ രാസനാമം എന്താണ്? ഈതയിൽ ആൽക്കഹോൾ ആണ്. സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത്. ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം, അല്ലെ? അതിന്റെ രാസനാമം സോഡിയം ബൈകാർബണേറ്റ് ആണ്, അല്ലെ? സോഡിയം ഒരു ബൈ എന്ന് വന്നിട്ടുണ്ട്, അല്ലെ? സോഡിയം ബൈകാർബണേറ്റ് ആണെങ്കിൽ അത് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരമാണ്. ഇനി സോഡിയം കാർബണേറ്റ് ആണെങ്കിൽ എന്ത് പറയും? അല്ലെ? അലക്കുകാരം എന്നും പറയും, അല്ലെ? സോഡിയം കാർബണേറ്റ് ആണെങ്കിൽ അത് അലക്കുകാരവും, സോഡിയം ബൈകാർബണേറ്റ് ആണെങ്കിൽ അത് അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയുമാണ്, അല്ലെ? അടുത്ത നോക്കുക. ഗോമേദകത്തിന്റെ രാസനാമം അലൂമിനിയം ഫ്ലൂറോ സിലിക്കേറ്റ് എന്നാണ്. ഗോമേദകത്തിന്റെ രാസനാമം എന്താണ്? അലൂമിനിയം ഫ്ലൂറോ സിലിക്കേറ്റ് എന്നാണ്, അല്ലെ?
തുരിശിന്റെ രാസനാമം കോപ്പർ സൾഫേറ്റ് എന്നാണ്. കോപ്പർ സൾഫേറ്റ് തുരിശ്, തുരിശ് കോപ്പർ സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ് തുരിശ്. ക്ലാവ് അല്ലെ, ക്ലാവ് പിടിക്കാന്നിട്ടില്ലേ, ചെമ്പ് പാത്രം അല്ലെ, ക്ലാവ് പിടിക്കാന്നൊക്കെ കേട്ടില്ലേ. ക്ലാവിന്റെ രാസനാമം ഏതാണ്? ബേസിക് കോപ്പർ കാർബണേറ്റ് എന്നാണ് അല്ലെ, ബേസിക് കോപ്പർ കാർബണേറ്റ്. അതാണ് ക്ലാവ് പിടിക്കാന്ന് പറയുന്നത് അല്ലെ. ക്ലാവ് പിടിക്കാന്ന് നമ്മൾ കൊളോക്കിയലി നമ്മൾ പറയും അല്ലെ, ക്ലാവ് പിടിച്ചു എന്നൊക്കെ പറയും. എന്താണ് ക്ലാവ്? ബേസിക് കോപ്പർ കാർബണേറ്റ് ആണ് ക്ലാവ് എന്ന് പറയുന്നത്. ഇന്ദുപ്പിന്റെ രാസനാമം എന്താണ്? ഇന്ദുപ്പിന്റെ രാസനാമം പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് ഇന്ദുപ്പ് എന്നറിയപ്പെടുന്നത്. വാട്ടർ ഗ്ലാസ് അല്ലെ, വാട്ടർ ഗ്ലാസിന്റെ രാസനാമം ചോദിച്ചാൽ സോഡിയം സിലിക്കേറ്റ് ആണ്. അപ്പൊ സോഡിയം സിലിക്കേറ്റ് വാട്ടർ ഗ്ലാസ് എന്നറിയപ്പെടുന്നു. വാട്ടർ ഗ്ലാസ് സോഡിയം സിലിക്കേറ്റ് ആണ്. കാർബോറണ്ടത്തിന്റെ രാസനാമം ചോദിച്ചാൽ അത് സിലിക്കൺ കാർബൈഡ് ആണ്. സിലിക്കൺ കാർബൈഡ് ആണ് കാർബോറണ്ടം എന്നറിയപ്പെടുന്നത്. കുമ്മായത്തിന്റെ രാസനാമം ചോദിച്ചാൽ കുമ്മായത്തിന്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അല്ലെ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കുമ്മായം. ഖനജലം അല്ലെ, ഖനജലം ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് പരീക്ഷയ്ക്ക്. ഖനജലം ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്. ഡ്യൂട്ടീരിയം ഓക്സൈഡ് അല്ലെ, ഖനജലത്തിന്റെ രാസനാമം ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്. ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ് ഖനജലം എന്നറിയപ്പെടുന്നത് അല്ലെ. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. അലക്കുകാരത്തിന്റെ രാസനാമം സോഡിയം കാർബണേറ്റും അപ്പകാരത്തിന്റെ രാസനാമം സോഡിയം ബൈകാർബണേറ്റുമാണ്. കാസ്റ്റിക് സോഡ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് സോഡ. സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് ഈഥയിൽ ആൽക്കഹോൾ ആണ് അല്ലെ. ബേക്കിംഗ് സോഡ അപ്പകാരം എന്നറിയപ്പെടുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഗോമേതകം എന്നറിയപ്പെടുന്ന അലൂമിനിയം ഫ്ലൂറോസിലിക്കേറ്റ് ആണ്. തുരിശ് എന്നറിയപ്പെടുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. ക്ലാവ് എന്നറിയപ്പെടുന്നത് ബേസിക് കോപ്പർ കാർബണേറ്റ് ആണ് അല്ലെ. ഇന്ദുപ്പ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. ഇന്ദുപ്പ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. വാട്ടർ ഗ്ലാസ് എന്നറിയപ്പെടുന്ന സോഡിയം സിലിക്കേറ്റ് ആണ്. കാർബോറാണ്ടം എന്നറിയപ്പെടുന്ന സിലിക്കൺ കാർബൈഡ് ആണ്. കുമ്മായം എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഖനജലം എന്നറിയപ്പെടുന്ന ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ് അല്ലെ. ഇനി നമ്മൾ അല്ലെ ഉപയോഗിക്കാറുണ്ട് ചോക്കിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം കാർബണേറ്റ് ചോക്ക് കാൽസ്യം കാർബണേറ്റ്. ഏത് സംയുക്തമാണ് ഹൈപ്പോ എന്നറിയപ്പെടുന്ന സോഡിയം തയോസൾഫേറ്റ് ആണ്. സോഡിയം തയോസൾഫേറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഹൈപ്പോ എന്നാണ്. കാൽസ്യം കാർബണേറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ചോക്ക് എന്നറിയപ്പെടുന്നു അല്ലെ. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് റയോൺ ആണ് അല്ലെ. റയോൺ കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് റയോൺ ആണ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രസൈറ്റ് ആണ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരിയിനം ആന്ത്രസൈറ്റ് ആണ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരിയിനം ഏതാണ്? ആന്ത്രസൈറ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റെഡ് ലെഡ് എന്നറിയപ്പെടുന്നത് ട്രൈപ്ലംബിക് ടെട്രോക്സൈഡ് ആണ്. അല്ലെ, എന്താണ് റെഡ് ലെഡ് എന്നറിയപ്പെടുന്നത് ട്രൈപ്ലംബിക് ടെട്രോക്സൈഡ് ആണ്. വൈറ്റ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നാഫ്തയാണ്. വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത് നാഫ്തലീൻ ആണ്. വൈറ്റ് ടാർ അല്ലെ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. അപ്പൊ ചോക്ക് എന്താണ്? ചോക്ക് കാൽസ്യം കാർബണേറ്റ്. ഹൈപ്പോ എന്താണ്? സോഡിയം തയോസൾഫേറ്റ്. കൃത്രിമ പട്ട് റയോൺ ആണ് അല്ലെ. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരിയിനം ആന്ത്രസൈറ്റ് ആണ്. റെഡ് ലെഡ് എന്നറിയപ്പെടുന്നത് ട്രൈപ്ലംബിക് ടെട്രോക്സൈഡ് ആണ് അല്ലെ. അതുപോലെ വൈറ്റ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നാഫ്തയാണ്. വൈറ്റ് ഗ്യാസ് എന്നറിയപ്പെടുന്നത്. വൈറ്റ് ടാറ് നാഫ്തലിൻ അല്ലെ. സാമ്യം തോന്നും. നാഫ്ത എന്താണ്? വൈറ്റ് ഗ്യാസ് നാഫ്തയും വൈറ്റ് ടാറ് നാഫ്തലിനുമാണ് അല്ലെ. റോക്ക് കോട്ടൺ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്ബസ്റ്റോസ് ആണ്. അല്ലെ. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്ന ആസ്ബസ്റ്റോസ് ആണ്. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന പ്ലാറ്റിനം ആണ്. അല്ലെ. ക്വിക്ക് സിൽവർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ക്വിക്ക് സിൽവർ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം ആണ്. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഗ്രാഫൈറ്റ് ആണ്. പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകളാണ്. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. ബ്ലൂ വിട്രിയോൾ കോപ്പർ സൾഫേറ്റ് ആണ്. ലൂണാർ കാസ്റ്റിക് എന്നറിയപ്പെടുന്നത് സിൽവർ നൈട്രേറ്റ് അല്ലെ. ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഫെറസ് സൾഫേറ്റ് ആണ്. ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഫെറസ് സൾഫേറ്റ് അല്ലെ. അപ്പൊ റോക്ക് കോട്ടൺ എന്താണ്? റോക്ക് കോട്ടൺ ആസ്ബസ്റ്റോസ്. ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം. ബ്ലാക്ക് ലെഡ് ഗ്രാഫൈറ്റ്. പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ തന്മാത്രകള്. ബ്ലൂ വിട്രിയോൾ കോപ്പർ സൾഫേറ്റ്. ലൂണാർ കാസ്റ്റിക് സിൽവർ നൈട്രേറ്റ്. ഗ്രീൻ വിട്രിയോൾ ഫെറസ് സൾഫേറ്റ് അല്ലെ. കുറച്ച് പോയിന്റ് ഇവിടെ ഉണ്ടാകുന്നത് നോക്കുക. ധാതുക്കളുടെ രാജാവ് ആരാണ്? സ്വർണ്ണമാണ് ധാതുക്കളുടെ രാജാവ് അല്ലെ. കിങ് ഓഫ് മെറ്റൽസ് എന്നറിയപ്പെടും അല്ലെ. ധാതുക്കളുടെ രാജാവ് സ്വർണ്ണമാണ്.
ബക്കീബോൾ എന്നറിയപ്പെടുന്ന കാർബണിക സംയുക്തം ഫുള്ളറിനാണ്. ബക്കീബോൾ എന്നറിയപ്പെടുന്ന കാർബണിക സംയുക്തം ഏതാണ്? ഫുള്ളറിനാണ്. ബക്കീബോൾ എന്നറിയപ്പെടുന്ന കാർബണിക സംയുക്തം ഫുള്ളറിനാണ്. ബ്രൗൺ കോൾ ലിഗ്നൈറ്റ് ആണ്. ലിഗ്നൈറ്റ് എന്താണ്? ബ്രൗൺ കോൾ അല്ലെ. ഹാർഡ് കോൾ നമ്മൾ പഠിച്ചു, എന്താ? ആന്ത്രസൈറ്റ് പഠിച്ചു. 916 ഗോൾഡ് എന്നറിയപ്പെടുന്നത് എത്ര ക്യാരറ്റ് സ്വർണ്ണമാണ് അല്ലെ? 22 ക്യാരറ്റ് ആണ് അല്ലെ. 22 ക്യാരറ്റ് ആണ് 916 ഗോൾഡ് എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റ് ആണ്? ശുദ്ധമായ സ്വർണം അറിയാവുന്നവർ കമന്റ് ചെയ്യുക. ശുദ്ധമായ സ്വർണം എന്നറിയപ്പെടുന്നത് ശുദ്ധ സ്വർണം എത്ര ക്യാരറ്റ് ആണ്? നമ്മൾ 916 ഗോൾഡ് ആണ് നമ്മളിപ്പോൾ മേടിക്കുന്നത്. അപ്പോൾ 916 ഗോൾഡ് എത്ര ക്യാരറ്റ് ആണെന്ന് പറഞ്ഞു? എത്രയാ? 22 ക്യാരറ്റ് ആണെങ്കിൽ ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റ് ആണ്? അറിയാവുന്നവർ കമന്റ് ചെയ്ത് അറിയിക്കുക. ഇന്ത്യൻ സാൾട്ട് പീറ്റർ അല്ലെ. എന്താണ് ഇന്ത്യൻ സാൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത്? പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് ഇന്ത്യൻ സാൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കെമിസ്ട്രി ഇനി ഒരു 3-4 ക്ലാസ് കൂടെ കഴിയുമ്പോൾ നമുക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.